വാസ്തുവിൽ പറയുന്നുണ്ട് വിധിക്കിലെ വീടുകൾ നല്ലതല്ല എന്ന് പറയുന്നു. പക്ഷെ ഫെങ്ഷുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീട്ടിൽ വേണമെങ്കിലും വസ്തുവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വീട് വയ്ക്കാം. വീട് വെക്കുമ്പോൾ അതിന്റെ കണക്കെടുക്കുമ്പോൾ അതിന്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എൻട്രൻസിൽ നല്ല സ്റ്റാർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വയ്ക്കാം, റിസൾട്ട് ഉണ്ടാവും. വാസ്തുവിൽ കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു ദിക്കിന് ഫെങ്ഷുവിൽ റെമഡി ഉണ്ട്. അല്ലെങ്കിൽ ആ ദിക്കിന്റെ പ്രോസ്പെരിറ്റിക്ക് അനുസരിച്ചിട്ട് അതിന്റെ എൻട്രൻസും ബെഡ്റൂമും കൊണ്ടുവന്നുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാം. നമസ്കാരം. പ്രശസ്ത വാസ്തു ഫെങ്ഷുയി കൺസൾട്ടന്റായ സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്തേ സാർ. ദിക്കുകൾ പറയുമ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്ന ഈ ദിക്ക് നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ വിധിക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് ശരിക്കും? ഇതിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പസിലാണ് നമ്മൾ ഇതിനെല്ലാം കണക്കാക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് കോമ്പസ് എടുത്ത് വെച്ചിട്ട് അതിന്റെ ദിക്ക് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അതില് 4 മഹാദിക്കുകളുണ്ട്. ഒന്ന് ഈസ്റ്റ്. ഈസ്റ്റിന്റെ ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റ് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ വാസ്തുവിൽ പറയുന്നു ഈ 90 ഡിഗ്രി എന്നുള്ളത് 10 ഡിഗ്രി വലത്തോട്ടും 10 ഡിഗ്രി ഇടത്തോട്ടുമായാലും അതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. അതായത് 80 ഡിഗ്രിയിലോ 90 എന്നുള്ളത് 100 ഡിഗ്രിയിലോ ആയാലും കുഴപ്പമില്ല വാസ്തുവിൽ പറയുന്നത്. ഇപ്പൊ ഇത് ഫെങ്ഷുയിലാണെന്നുണ്ടെങ്കിൽ ഇത് ഈസ്റ്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈസ്റ്റ് 90 ഡിഗ്രി, അതിൽ 10 ബാക്കിലോട്ടോ 10 മുന്നിലോട്ടോ ആയാലും കുഴപ്പമില്ല, അതിൽ വീട് ചെയ്യാമെന്ന് പറയുന്നത്. ഫെങ്ഷുയിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇത് എത്ര ഡിഗ്രിയിലാണെന്ന് കറക്റ്റ് കോമ്പസ് എടുക്കും. കറക്റ്റ് കോമ്പസ് എടുത്തിട്ട് ആ ഡിഗ്രി കണ്ടുപിടിക്കും. അപ്പം 67.5 മുതൽ 112 വരെയുള്ള 45 ഡിഗ്രി എന്ന് പറയുന്നത് ഈസ്റ്റിന്റെ ഡിഗ്രിയാണ്. അപ്പം മൊത്തത്തില് 360 ഡിഗ്രി ഉണ്ട്, 360 ഡിഗ്രി ഉണ്ട്. എത്ര ദിക്കുണ്ട്? 8 ദിക്ക്. അപ്പൊ 360 തന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45 കിട്ടും. അപ്പൊ ഒരു ദിക്കെന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പൊ ഫെങ്ഷുയിൽ ആ ദിക്കിനെ 3ആയി തരംതിരിക്കും. അതായത് കിഴക്ക് 45 ഡിഗ്രി ഉണ്ട്, അതിനെ ഈസ്റ്റ് 1, ഈസ്റ്റ് 2, ഈസ്റ്റ് 3. അപ്പൊ ഈസ്റ്റ് 1ൽ എത്ര ഡിഗ്രി വരും? 15 ഡിഗ്രി വരും. 2ൽ 15 ഡിഗ്രി വരും, 3ൽ 15 ഡിഗ്രി വരും. അപ്പോഴാണ് 45 ഡിഗ്രി വരുന്നത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് ആ ഒരു കണക്കെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈസ്റ്റിനെ പറ്റി ഞാൻ വാസ്തുവും പറഞ്ഞു, ഫെങ്ഷുയും പറഞ്ഞു. അടുത്ത ഇതിലോട്ട് മാറുകയാണ്, അടുത്ത ദിക്കിലോട്ട് മാറുകയാണ്. അടുത്ത ദിക്കിലേക്ക് മാറുമ്പോൾ 112.5 മുതൽ 157 വരെയുള്ള 45 ഡിഗ്രി, 112.5 മുതൽ 157 വരെയുള്ള 45 ഡിഗ്രി, അത് സൗത്ത് ഈസ്റ്റിന്റെ ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ കോമ്പസ് വെക്കുമ്പോൾ സൗത്ത് ഈസ്റ്റ് എന്താണ് നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണിക്കുന്നതെന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും മൊബൈലിൽ കോമ്പസ് ഉണ്ട്, അപ്പൊ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട് കറക്റ്റ് പുറത്തോട്ട് നോക്കുന്നു, കറക്റ്റ് മെയിൻ ഡോറിലോട്ട് നോക്കുന്നു. അല്ലെങ്കിൽ മെയിൻ ഡോർ എല്ലാ സ്ഥലത്തും ശരിയാവില്ല. കാരണം കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ അല്ലെങ്കിൽ തെക്ക് ദർശനമുള്ള വീടാണെങ്കിൽ ചിലപ്പോൾ മെയിൻ ഡോർ കിഴക്കോട്ടായിരിക്കും. അപ്പൊ കറക്റ്റ് വീട് എങ്ങനെയാണോ ഫേസ് ചെയ്യുന്നത് അങ്ങോട്ട് നോക്കുന്നു. അങ്ങോട്ട് നോക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 112.5 മുതൽ 157 വരെയാണ് നിങ്ങളുടെ ഡിഗ്രി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ദിക്കിലല്ല വിധിക്കിലാണ്. അതായത് തെക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന ആ 45 ഡിഗ്രിയായ തെക്ക് കിഴക്കിലാണ്. സാധാരണ വീടുകളാണെങ്കിൽ അതൊരു കോർണർ ആവാനാണ് സാധ്യത. വിധിക്കിലെ വീടുകളാണെങ്കിൽ അത് ഫ്രണ്ടേജ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അതും ഈ പറയപ്പെടുന്ന 45 ഡിഗ്രിയാണ്. അപ്പോ വാസ്തുവിൽ പറയുന്നുണ്ട് വിധിക്കിലെ വീടുകൾ നല്ലതല്ല എന്ന് പറയുന്നു. പക്ഷെ ഫെങ്ഷുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീട്ടിൽ വേണമെങ്കിലും വസ്തുവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വീട് വയ്ക്കാം. വീട് വെച്ചിട്ട് അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ അതിന്റെ കണക്കെടുക്കുമ്പോൾ അതിന്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എൻട്രൻസിൽ നല്ല സ്റ്റാർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വയ്ക്കാം, റിസൾട്ട് ഉണ്ടാവും. ഇവിടെ വാസ്തുവും ഫെങ്ഷുയും വ്യത്യസ്തമായി വരികയാണ്. മനസ്സിലായില്ലേ? വാസ്തുവിൽ കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു ദിക്കിന് ഫെങ്ഷുയിൽ റെമഡി ഉണ്ട്. അല്ലെങ്കിൽ ആ ദിക്കിന്റെ പ്രോസ്പെരിറ്റിക്ക് അനുസരിച്ചിട്ട് അതിന്റെ എൻട്രൻസും ബെഡ്റൂമും കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ 2 ദിക്ക് കവർ ചെയ്തു. അപ്പൊ ദിക്കും വിധിക്കുമായി. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 157 മുതൽ 202 വരെയുള്ള 45 ഡിഗ്രി എന്ന് പറയുന്നത് സൗത്ത് ആണ്. അപ്പൊ ഈ സൗത്തില് ഈ നമുക്ക് കറക്റ്റ് വാസ്തുവിൽ പറയുന്നു സൗത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് 180 ഡിഗ്രിയാണ്. 10 ഡിഗ്രി ഇപ്പുറത്തോട്ടോ 10 ഡിഗ്രി അപ്പുറത്തോട്ടോ നമുക്ക് വീട് ചെയ്യാം. 180 അല്ലേ, 170 190 ആയാലും നമുക്കത് ചെയ്യാം. പക്ഷെ ഫെങ്ഷുയിൽ പറയുമ്പോൾ അതിനെ 45 ഡിഗ്രി ആയിട്ട് 3-15 ആയിട്ട് തിരിക്കുന്നു. അടുത്തത് വന്നിരിക്കുന്ന ദിക്ക് എന്ന് പറയുന്നത് ഏതാണ്? സൗത്ത് വെസ്റ്റ് ആണ്. 202 മുതൽ 247 വരെയുള്ള 45 ഡിഗ്രിയാണ്. ആ 45 ഡിഗ്രി സൗത്ത് വെസ്റ്റ് ആണ്.
അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കോമ്പസ് വെക്കുമ്പോഴത്തേക്ക് സൗത്ത് വെസ്റ്റ് ആണ് ഫ്രണ്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട് കന്നിയിലോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. കന്നി മൂല എന്ന് പറയാൻ പറ്റത്തില്ല, കന്നി എന്ന് പറയുന്ന 45 ഡിഗ്രിയിലോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. ഒരു മൂലയല്ല അത് വന്നിരിക്കുന്നത്. ഈ വീടും വിധിക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വീട് വെക്കാമെന്ന് ചോദിച്ചാൽ വാസ്തുപ്രകാരം പറ്റത്തില്ല. പക്ഷേ ഫെങ്ഷു പ്രകാരം അതിൽ ആ ഡിഗ്രിയെ കണക്കാക്കിയിട്ട് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തുകൊണ്ട് നല്ല സ്റ്റാറിൽ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് വീട് വെക്കാം എന്ന് പറയുന്നു. അടുത്ത ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 247 മുതൽ 292 വരെയുള്ള 45 ഡിഗ്രിയാണ്. ആ 45 ഡിഗ്രി എന്ന് പറയുന്നത് വെസ്റ്റിന്റെ ഡയറക്ഷനാണ്. അപ്പോൾ വെസ്റ്റിലോട്ട് നോക്കി വീട് വെക്കാമെന്ന് വാസ്തുവിൽ പറയുന്നു. അത് അതിന്റെ ഡിഗ്രി 270 എന്നുള്ളത് 280 290 ആയാലും നമുക്ക് വീട് പണി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത് ദിക്കിലായി. അടുത്തത് നമ്മൾ 292 മുതൽ 337 വരെയുള്ള 45 ഡിഗ്രി. ആ 45 ഡിഗ്രി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറിന്റെ ദിക്കാണ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നോക്കി വീട് വെക്കുമ്പോഴത്തേക്ക് വാസ്തുവിൽ അത് തെറ്റാണ്. അപ്പോഴത്തേക്ക് ആ ഡിഗ്രിക്കകത്ത് വീട് വെക്കുകയാണെങ്കിൽ തെറ്റാണ്. ഫെങ്ഷുയിൽ ആണെങ്കിൽ ഫ്ലൈങ് സ്റ്റാർ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അടുത്തത് 347 മുതൽ 22 വരെയുള്ള 45 ഡിഗ്രി. അതിൽ നമുക്ക് എന്ത് കിട്ടും? നോർത്ത് കിട്ടും. ആ നോർത്തിന്റെ കറക്റ്റ് ഡിഗ്രി എത്രയാണ്? 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രിയാണ്. 0 ഡിഗ്രി എന്നുള്ളത് 10 ഡിഗ്രിയിലേക്കും പോകാം, അതല്ലാതെ 350ലേക്കും പോകാം. അതിൽ നമുക്ക് വീട് വെക്കാം. അത് നമുക്ക് ദിക്കിൽ കിട്ടും. അപ്പോൾ അടുത്ത 22 മുതൽ 67 വരെയുള്ള 45 ഡിഗ്രി നോർത്ത് ഈസ്റ്റ് ആണ്. അത് വിധിക്ക് പോയി. അപ്പോൾ 4 ദിക്ക് നമുക്ക് ദിക്ക് കിട്ടി, 4 ദിക്ക് വിധിക്ക് കിട്ടി. ദിക്കിലെ വീടുകളിൽ വാസ്തുപ്രകാരം വീട് വെക്കാം, വിധിക്കിലെ വീടുകളിൽ വീട് വെക്കുന്നത് വാസ്തുവിൽ നല്ലതല്ല. ഫെങ്ഷുയിൽ അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് നമുക്ക് വീട് വെച്ച് നല്ല നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് ദിക്കും വിധിക്കും. സാർ ഇപ്പോൾ ഒരുപാട് വീട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ. അപ്പോൾ ഈ വിധിക്കിലുണ്ടായിരുന്ന വീടുകൾ വിസിറ്റ് ചെയ്തപ്പോൾ സാറിന് തോന്നിയ പ്രശ്നങ്ങൾ എന്തായിരുന്നു? വിധിക്കിൽ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സൗത്ത് ഈസ്റ്റ് കോർണറിലോട്ട് നോക്കി ഫേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. സൗത്ത് ഈസ്റ്റ് കോർണറിൽ എന്ന് പറഞ്ഞാൽ ഒരു കോർണർ കിട്ടത്തില്ല. ആ കിച്ചന്റെ സെന്റർ ഭാഗത്തേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? അങ്ങനെ ഇപ്പൊ നിലവിളക്ക് കത്തിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിലോട്ട് നോക്കിയിട്ടാണ് നിലവിളക്ക് തിരി വെക്കുന്നത്. അത് ഈസ്റ്റിലോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിക്കിലോട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തു. അതിന്റെ എൻട്രൻസിൽ നല്ല പ്രോസ്പെരിറ്റി ഉള്ള വാട്ടർ സ്റ്റാർ ഉണ്ട്. അവരുടെ ഒരു ബെഡ്റൂമിൽ നല്ല പ്രോസ്പെരിറ്റി ഉള്ള മൗണ്ടൻ സ്റ്റാറും ഉണ്ട്. അപ്പൊ വീട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കാരണം ഫെങ്ഷുയുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. വാസ്തുപ്രകാരവും തെറ്റാണ്. ഫെങ്ഷുയിൽ നല്ല സ്റ്റാറുകളും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളവിടെ ഫേസ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയായിരിക്കും? അത് വീടിന്റെ ഓരോ വീടിന്റെയും ഫേസിംഗ് ഡിഗ്രിയും ആ വീട് പണി കഴിപ്പിച്ച കാലഘട്ടത്തെയും ഒക്കെ അതിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനൊക്കെ എടുത്തിട്ട് വേണം നമുക്കത് പറയാൻ പറ്റുന്നത്. ഇതെന്റെ ഒരു അഡ്വാൻസ് ലെവലാണ്. അത് ദിക്ക് വിധിക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ല, ഇതിലിപ്പോ ഞാൻ ഇപ്പൊ ചോദിച്ചതിന്റെ കൃത്യമായിട്ടുള്ള ഓരോ ദിക്ക് മൊത്തത്തിൽ 360 ഡിഗ്രിയാണ്. അതിൽ ഈസ്റ്റിന്റെ ഇത്ര മുതൽ ഇത്ര വരെയാണ്, സൗത്ത് ഈസ്റ്റിന്റെ ഇത്രയാണ്. അങ്ങനെ 8 ദിക്കിനെ പറ്റിയും അതിൽ വരുന്ന കറക്റ്റ് ഡിഗ്രിയെ പറ്റിയും ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഒരു 2-3 തവണ നിങ്ങൾ ആവർത്തിച്ച് കാണുകയാണെങ്കിൽ ഈ ഒരു ഡൗട്ട് ഇതോട് ക്ലിയർ ആവും. ഈ എപ്പിസോഡ് കണ്ടവർക്ക് ഒരു പക്ഷെ ദിക്ക് വിധിക്കിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്ന രീതിയിലാണ് സാറ് പറഞ്ഞു തന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ ഡൗട്ട്സ് ഞങ്ങളെ അറിയിക്കുക. അത് കമൻറ്റ് ബോക്സിൽ തന്നെ ഇടുക, എന്നാലേ ഞങ്ങളത് വായിക്കുള്ളൂ. തുടർന്നുള്ള എപ്പിസോഡിൽ അത് വരുള്ളൂ. അതുപോലെ സാറിനെയും കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തുടർന്നുള്ള എപ്പിസോഡ് കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.